നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഷാജൻ ഒരു കാര്യം പറഞ്ഞത് എന്താ പറഞ്ഞതെന്ന് നിങ്ങൾക്കറിയോ? ജാസ്മിൻ ഷായ്ക്കെതിരെ പോലീസ് കള്ളക്കേസാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് വരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. അത് കള്ളക്കേസാണ്, അത് വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ജാസ്മിൻ ഷായ്ക്കെതിരെയുള്ള കുറ്റപത്രം പല പ്രതികളും, ഈ UNA പ്രതികൾ തൃശ്ശൂർ ജുഡീഷ്യൽ, അതായത് തൃശ്ശൂർ ജില്ലാ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തു. ഇൻക്രിമിനേറ്റിംഗ് ശരിക്കുമായിട്ടുള്ള ഡയറക്റ്റ് എവിഡൻസ് ഉൾപ്പെടെ. അപ്പോൾ ഷാജസ്കരെ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഒരു അനുചരായിട്ട് ചെയ്യാം. കാരണം താങ്കളെക്കാളിലും എനിക്ക് 1 വയസ്സ് 1-2 വയസ്സ് മൂപ്പുണ്ട്. താങ്കളുടെ അത്രയും വലിയ എക്സ്പീരിയൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ താങ്കളെക്കാൾ ഈ പ്രൊഫഷൻ എനിക്കറിയാം. താങ്കൾ ഇന്ന് വരെ മലയാളം എന്ന് പറഞ്ഞ കേരളത്തിലും ബ്രിട്ടനിലും ഇതൊക്കെ ചെയ്തിട്ടുള്ളൂ. അത് കുറച്ചിലൊന്നുമല്ല. താങ്കളെ ഞാൻ അംഗീകരിക്കുന്നതാണ്. ഞാൻ താങ്കളുടെ പേര് എവിടെയും പറഞ്ഞില്ല. അപ്പോൾ താങ്കൾ എന്നെ ഡയറക്റ്റായിട്ട് ഷാജൻ എന്നോട് എൻ്റെ ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ പറയുന്ന മുഴുവനും ബേസ്ലെസ് ആണ്. അപ്പം ഞാൻ ഈ എവിഡൻസ് താങ്കളുടെ മുമ്പിൽ വെക്കുന്നു. എന്താണ് ജാസ്മിൻ ഷായ്ക്കെതിരെയുള്ള കുറ്റപത്രം പറഞ്ഞിരിക്കുന്നത്? ഓരോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണാം ഈ സ്ക്രീനിൽ. ഷാജൻ മാപ്പി ചോദിക്കൂ. ഷാജനോട് ഞാൻ പറയാം, ഞാൻ താങ്കളോട് അടിക്കാൻ അത്ര യോഗ്യതയൊന്നുമില്ല. താങ്കളോട് ഫൈറ്റ് ചെയ്യാൻ എനിക്കത്ര യോഗ്യതയൊന്നുമില്ല. ഐ എം എ ഹംബിൾ ആൻഡ് സിമ്പിൾ ഗായ്. വളരെ പാടുപെട്ടിട്ട് തന്നെയാണ് ഇവിടം വരെ എത്തിയത്. കാരണം ഞാൻ ഇന്ത്യൻ ടെറൈൻ്റെ അകത്ത് ജേർണലിസം ചെയ്ത് ഞാൻ പ്രൂവ് ചെയ്ത ആളാണ്.